ഏയ് ഇന്ന് നമുക്ക് ചാളയാണ് കേട്ടോ. നല്ല അടിപൊളി ചാളയാണ്, മുട്ടച്ചാളയാണ്. പക്ഷെ വില കൂടുതലാണ്, കിലോ 300 രൂപയാണ്. അപ്പം ഞാനൊരു 200 രൂപയുടെ ചാള മേടിച്ച് വെള്ളത്തിലിട്ടിട്ട് ഇപ്പോൾ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ്. അപ്പോൾ ഞാൻ ചാള വെട്ടാൻ പോവുകയാണ്. അപ്പോൾ എന്നോട് 1-2 പേര് ചാള വെട്ടുന്നതെന്ന് കാണിക്കുമോയെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ കത്തി കൊണ്ട് തന്നെയാണ് കേട്ടോ വെട്ടുന്നത്. ആദ്യം ഞാൻ വാല് വെട്ടിക്കളയും, പിന്നെ ഈ സൈഡിലൊരു മുള്ളുണ്ട് അത് വെട്ടിക്കളഞ്ഞ്, പിന്നെ ഈ സൈഡിലെ ചെതമ്പലൊക്കെ കളഞ്ഞ് കത്തി കൊണ്ട് ഇങ്ങനെ പതുക്കെ വെള്ളത്തിലൊരു അരമണിക്കൂർ അധികം ഇട്ടിട്ടാണ്. അപ്പോൾ ചെതമ്പലൊക്കെ ഇങ്ങനെ പെട്ടെന്ന് കളയാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ കഴിഞ്ഞ് ഞാനിപ്പോൾ തല കളയില്ല. ഞാനിപ്പോൾ ഇത് ഇങ്ങനെ ചെയ്ത് തേച്ച് കഴുകി നന്നായിട്ട് കഴുകിയതിന് ശേഷം മാത്രമേ ഞാൻ തല കളയുള്ളൂ. കാരണം മുട്ടച്ചാള ആയതുകൊണ്ട് ഇപ്പോൾ തല കളഞ്ഞാൽ മുട്ടയൊക്കെ ഇങ്ങനെ അടന്ന് പോരും. അപ്പോൾ ഇങ്ങനെ ഓരോ ചാള ഞാൻ വെട്ടി ചട്ടിയിലോട്ട് മാറ്റും. എന്നിട്ട് ലാസ്റ്റ് എല്ലാം വെട്ടിക്കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഞാൻ തല കളയുള്ളൂ. ഇപ്പോൾ ചെതമ്പൽ വെള്ളത്തിലിങ്ങനെ ഇട്ടാൽ പെട്ടെന്ന് ചെതമ്പൽ പോകട്ടോ. ഇങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്. ആദ്യം ചെയ്യുന്നത് ഇതാണ്. കണ്ട സൈഡിലെ മുള്ള് വെട്ടി പെട്ടെന്ന് പോവും. ഒരു അരമണിക്കൂർ ഈ ചാള ഒന്ന് വെള്ളത്തിലിട്ടാൽ മതി. അപ്പോൾ ചാളയുടെ ചെതമ്പലൊക്കെ കളഞ്ഞിട്ടോ. അപ്പോൾ ഞാൻ കല്ലുപ്പിട്ട് കുറച്ച് കല്ലുപ്പിട്ടാണ് കേട്ടോ തേച്ച് കഴിയണത്. അപ്പോൾ ആ ഉളുമ്പും മണമൊക്കെ പോവും. കല്ലുപ്പിട്ടതിന് ശേഷം ഇതിങ്ങനെ നന്നായിട്ട് ചട്ടിയിലിട്ടൊന്ന് നന്നായിട്ട് തേച്ച് കഴിയുമ്പോൾ ആ ഉളുമ്പ് മണവും അഴുക്കും ഒക്കെ പോവും കേട്ടോ. അതിന് ശേഷം ഒരു 3-4 പ്രാവശ്യം കൂടി ഇങ്ങനെ ഞാൻ തേച്ച് കഴുകിയെടുക്കും. എന്നിട്ട് ഒന്ന് ഉപ്പ് വെള്ളത്തിലിട്ട് അരമണിക്കൂറിന് ശേഷമാണ് കറിയാക്കുന്നത്. അപ്പോൾ ഞാൻ തേച്ച് കഴുകിയൊക്കെ കഴിഞ്ഞിട്ട് ഒരു 4-5 പ്രാവശ്യം തേച്ച് കഴുകി. എന്നിട്ട് ഞാനിപ്പോൾ ഇനി തല നുറുക്കാൻ പോവാണ്. ഇങ്ങനെ തലയെടുത്ത് മാറ്റിയിട്ട് ഈ വയറ് കൂടിയത് ഇവിടത്തോളം അരിഞ്ഞ് കളയും. എന്നിട്ട് ഇതിൻ്റെ കുടലൊക്കെ ഇങ്ങനെ വലിച്ച് കളയും. അപ്പോൾ പലഞ്ഞീൻ ഉണ്ട്. അപ്പോൾ അതിനകത്ത് തന്നെ വെച്ചിട്ട് ബാക്കിയുള്ള ഈ അഴുക്കൊക്കെ നമ്മൾ കൈ കൊണ്ട് കളഞ്ഞാൽ മതിയാവും. പലഞ്ഞീനെ അതിനകത്ത് തന്നെ വെക്കും. ഈ അഴുക്കൊക്കെ 2-3 പ്രാവശ്യം കൂടി നന്നായിട്ടൊന്ന് കഴുകിയെടുത്താൽ മതി. എന്നിട്ട് വെള്ളത്തിലോട്ടിടും. ഇങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്. ഇനി തേക്കില്ല, കാരണം തേക്കലൊക്കെ കഴിഞ്ഞതാണ്. തല ഇങ്ങനെ കളയുക ആദ്യം. എന്നിട്ട് ഈ വയറിങ്ങനെ അരിഞ്ഞ് കളഞ്ഞാൽ മതി. കുടൽ വലിച്ച് കളയുക. എന്നിട്ട് ഈ കറുത്ത നിറത്തിലുള്ള ഈ അഴുക്കൊക്കെ നമ്മൾ കൈ കൊണ്ട് തന്നെ ഇങ്ങനെ റെഡിയാക്കി കളഞ്ഞാൽ മതി. 3-4 പ്രാവശ്യം കൂടി ഒന്ന് വെറുതെ ജസ്റ്റ് ഒന്ന് കഴുകിയെടുക്കും. തേക്കില്ല, തേക്കലൊക്കെ കഴിഞ്ഞതാണ്. കണ്ടോ, സിമ്പിളാട്ടോ. തല കളയുക, വയറ് ഇങ്ങനെ കത്തി വെച്ച് തന്നെ, കത്രികയുടെ ഒന്നും ആവശ്യമില്ല കേട്ടോ. കത്തി വെച്ച് തന്നെ ഇങ്ങനെ കളയുക, കുടൽ വലിച്ച് കളയുക. വെള്ളത്തിലോട്ട് തന്നെ ഇടുക. അപ്പോൾ ചാളക്കുള്ള അരപ്പ് ഞാൻ റെഡിയാക്കുകയാണ് കേട്ടോ. ഇത് മുറി തേങ്ങയുടെ പകുതി, അതായത് ഒരു മുറിയുടെ പകുതി പീര, ആ പീരയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിങ്ങോട്ട് ഇട്ട് കൊടുക്കാം, ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഉള്ളിയാണ് ചുമന്നുള്ളി എന്ന് പറയുമ്പോൾ ഒരു 10-15ഓളം ചുമന്നുള്ളി എടുത്തിട്ടുണ്ട്. ഇത് 2ആക്കി ഒന്ന് കട്ട് ചെയ്തതാണ്, പെട്ടെന്ന് അരിഞ്ഞ് കിട്ടാൻ വേണ്ടിയാണ്. അപ്പോൾ അതിട്ട് കൊടുക്കാം. ഒരു മീഡിയം ടൈപ്പ് ഇഞ്ചി, അത് കട്ട് ചെയ്തതാണ്, അതിട്ട് കൊടുക്കാം. ഒരു 6-7 അല്ലി വെളുത്തുള്ളി ഉണ്ട്, അതിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇതെല്ലാം അരച്ചാണ് ചേർക്കുന്നത്. വെളുത്തുള്ളി, ഇഞ്ചി, ചുമന്നുള്ളി എല്ലാം കൂടി അരച്ചാണ് ചേർക്കണത്. ഒപ്പം നമുക്ക് പൊടികളും കൂടി ഇട്ട് കൊടുക്കാം. ഒരു 1.5 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, പിന്നെ മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയാണ്, അതൊരു 2-2.5 ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടി നന്നായിട്ട് അല്പം വെള്ളം ഒഴിച്ച് വെണ്ണ പോലെ അരച്ചെടുക്കാം. ഓക്കെ,
നമ്മുടെ അരപ്പ് ഇതാണ് കേട്ടോ. അപ്പോൾ ചാള ഞാൻ കറി വെക്കാൻ പോവാണ്. അപ്പോൾ ചട്ടി വെച്ചിട്ടുണ്ട്. ഈ മൺചട്ടിയിലാണ് ഞാൻ വെക്കുന്നത്. അപ്പോൾ നമ്മുടെ അരപ്പ് ഇതാണ്. അരപ്പിൽ ഞാൻ ഉള്ളി, ചുമന്നുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി എന്നിവ, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പീര എന്നിവ അരച്ച് റെഡിയാക്കിയതാണ്. പച്ചമുളക് ഒരു 5 എണ്ണം എടുത്തിട്ടുണ്ട്. ഉണ്ടമുളക്, എരിവുള്ള മുളകാണ്. അപ്പം എരിവിന് ഞാൻ മുളക് പൊടി ഉപയോഗിച്ചേക്കുന്നത് കാശ്മീരിയാണ്. അപ്പോൾ എരിവിനായിട്ട് നല്ല പച്ചമുളകാണ് എടുക്കുന്നത്. ഇതിന് നല്ല എരിവുള്ള മുളകാണ്. ഇത് നമുക്ക് ഈ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം അരപ്പ്. ഇനി നമുക്ക് ജാറ് കഴുകിയ വെള്ളം, അരപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അല്പം കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് കുടംപുളി ഇട്ട് കൊടുക്കാം. കുടംപുളി ചൂടുവെള്ളത്തിലിട്ട് വെച്ചതാണ്. ഒരു 4 കഷ്ണം കുടംപുളി അതങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഒപ്പം ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ചാറ് നന്നായിട്ടൊന്ന് തിളക്കട്ടെ. അപ്പോൾ നമ്മുടെ ചാറൊക്കെ നന്നായിട്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഇതാണ് ചാള ഞാൻ വെട്ടിത്തേച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ എല്ലാം രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ചാള. അതങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ചാറ് കുറച്ചാണ് വെച്ചിരിക്കുന്നത്. ചാള മുങ്ങാൻ മാത്രമുള്ള ചാറേ ഉള്ളൂ. എന്നാലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇനി ഒന്ന് തിളച്ചതിന് ശേഷം ചെറുതീയിൽ ഒരു 10 മിനിറ്റ് നമുക്ക് മൂടി വെക്കാം. നമുക്ക് നോക്കാം. ഇവിടെ കറിയൊക്കെ നന്നായി പറ്റിയിട്ടുണ്ട്. ഒരു 10 മിനിറ്റോളം ഞാൻ മീനിട്ടതിന് ശേഷം തിളച്ചതിന് ശേഷം ചെറുതീയിലിട്ടിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ഈ സമയത്ത് തീ ഓഫ് ചെയ്യാം. ഇനി വെളിച്ചെണ്ണയൊന്നും ഒഴിക്കേണ്ട കാര്യമില്ല. ഇനി ഇപ്പോൾ ഈ സമയത്ത് നമ്മൾ അല്പം കറിവേപ്പില ഇട്ട് കൊടുക്കണേണ്. ഇവിടുത്തെ തന്നെ വേപ്പിലയാണ്. അപ്പോൾ അല്പം ഉണ്ട്, അതിട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ മത്തിക്കറി, കുടംപുളി ഇട്ട് വെച്ച മത്തിക്കറി റെഡി ആയിട്ടുണ്ട്. ഓക്കെ.